സലി, അതായത് വ്യക്തമാണ് ഇതൊക്കെ ആയിരുന്നു സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഇനി നമുക്കറിയാനുള്ളത് 3 കാര്യങ്ങളാണ്. സിദ്ദീഖ് എവിടെ? ഒന്ന്. രണ്ടാമത്, എവിടെ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം അതല്ലെങ്കിൽ ലോക്കൽ പോലീസ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യും? മൂന്നാമത്തെ കാര്യം, ഈ അറസ്റ്റിന് മുൻപ് സിദ്ദീഖിന് സുപ്രീം കോടതിയെ സമീപിക്കാനാകുമോ? അതിൽ ഒന്നാമത്തെ കാര്യത്തിൽ ഒരു അനുമാനത്തിലേക്കോ ഒരു നിഗമനത്തിലേക്കോ ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താം. കാരണം കൊച്ചി പോലീസിനോടാണ് ക്രൈംബ്രാഞ്ച് മേധാവി ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ സിദ്ദീഖ് എറണാകുളത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് വേണമെങ്കിൽ നമുക്കെത്താം. രണ്ടാമത്തത്, സുപ്രീം കോടതിയിൽ ചെല്ലുന്നതിന് മുൻപേ, സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോകുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് കൃത്യമായ നിർദ്ദേശം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസ് മേധാവിക്ക് നൽകുന്നു. അതിനാൽ തന്നെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും. സിദ്ദീഖിന് എവിടെ ഉണ്ടോ എന്ന് കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണം ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അനുമാനിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ നമ്മൾ ഉന്നയിച്ച സംശയം, അതായത് സിദ്ദീഖിന്റെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സിദ്ദീഖിന് സുപ്രീം കോടതിയിൽ പോകാനാകുമോ? നിലവിൽ അതിനുള്ള ഒരു സാധ്യത മങ്ങുന്നു. അതായത് ഇനി അന്വേഷണ സംഘത്തിന്റെ നടപടികൾ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമാണ്. അറസ്റ്റ് തന്നെ. പക്ഷേ അറസ്റ്റിന് ഇയാളെ പ്രതിയെ കിട്ടാതെ അറസ്റ്റ് സാധ്യമാവില്ല. അപ്പം പ്രതിയെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വേണ്ട കാര്യം. പ്രതി മുങ്ങിയിരിക്കുന്നു, അതാണ് ഫോൺ ഓഫ്, വണ്ടി വീട്ടിലിട്ടിട്ട് മറ്റൊരു വണ്ടിയിൽ പോകുന്നു, ഒരു വീട് അടച്ചുപൂട്ടിയിരിക്കുന്നു, മറ്റൊരു വീട്ടിൽ സിദ്ദീഖ് ഒഴികെ തറവാട്ട് വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സിദ്ദീഖ് ആയാലും സ്വന്തം വീട്ടിൽ ഇപ്പോൾ വിളിച്ചിരിക്കില്ല, കാരണം അറസ്റ്റ് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ വേറെ എവിടെയോ ഉണ്ടാൾ, അത് കൊച്ചിയിലാണോ ഇനി വേറെ എവിടെയെങ്കിലും ആണോ ഒളിവിൽ ഉള്ളത് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇനി കേരളം വിടുമോ? കേരളം വിട്ട വിമാനത്താവളം വഴി പോകാനുള്ളൊരു സാധ്യതകൾ അടയ്ക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. കാരണം ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതിലേക്ക് നടപടിക്രമങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. കാരണം അതൊരു വളരെ ലോങ് പ്രോസസ്സും പ്രൊസീജിയറുമാണത്. അതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്കെതിരെ ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതിന് പെൻഡിങ് ആണ്. ഇപ്പോൾ ഉടനെ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെ വന്നേക്കാം എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സാധാരണ ഒരു പ്രതിയെ പോലെ മുങ്ങി നടക്കാൻ കഴിയില്ല. കാരണം സിദ്ദീഖ് ഫെമിലിയർ ആയൊരു മുഖമാണ് കേരളത്തിന് മുമ്പിൽ. സിനിമ കാണുന്നവരും അല്ലാത്തവർക്കും ഇടയിലൊക്കെ സിദ്ദീഖ് വളരെ ഫെമിലിയറാണ്. അപ്പോൾ ഒളിച്ചു താമസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇത്തരം ആളുകൾക്കാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒളിവിൽ കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് ഇപ്പോൾ സിദ്ദീഖ് അനുഭവിക്കുന്നുണ്ട് എന്നാണ്. എത്ര ഫേമസ് ആയിട്ടുള്ള നടനാണെങ്കിലും ഇത്തരം ക്രൈസിസ് വരുമ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണത്. പബ്ലിക്കിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനേ ഇവർക്ക് കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഒളിച്ച് സഞ്ചരിക്കാനേ കഴിയില്ല. ആര് കണ്ടാലും തിരിച്ചറിയും. ആ ഒരു പ്രതിസന്ധി സിദ്ദീഖ് അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാനാണ് സാധ്യത. ഇന്ന് ഏതായാലും ഒരു മൂവ്മെൻറ്റിന് അദ്ദേഹം മുതിരില്ല. അദ്ദേഹം എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് നിഗമനത്തിലെത്താം. പക്ഷേ അന്വേഷണ സംഘവും പോലീസും അയാളെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നൊരു സൂചനയും നമുക്കുണ്ട്. എന്നതിനപ്പുറത്തേക്ക് അയാൾ എവിടെയുണ്ട് എന്നിപ്പോൾ പറയാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോൾ നമുക്കില്ല. മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വിളിക്കുമ്പോഴും ആരും ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് ഒരല്പസമയത്തിനകം തന്നെ അയാളുടെ ഫോണില്ല, അയാളുടെ ചില സുഹൃത്തുക്കളുടെ ഡ്രൈവറും ഒക്കെ നമ്മൾ ദൈനംദിനം ബന്ധപ്പെടുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഇവരൊക്കെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ എവിടെ, എങ്ങനെ, എന്താ എന്നൊന്നും ഇപ്പോൾ നമുക്ക് ഒരു നിഗമനത്തിലും എത്താൻ കഴിയില്ല. ഇയാൾ ഒളിവിലാണ്, ആള് മുങ്ങി എന്ന് പറയാമെന്നല്ലാതെ എങ്ങോട്ട് പോയി എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അത് പറയാൻ കഴിയുന്നത് ഒരു പക്ഷേ പോലീസിനായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്പെഷ്യൽ ബ്രാഞ്ച് കുറച്ച് ദിവസങ്ങൾ അയാളുടെ വാച്ച് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പടമുകൾ ഭാഗത്ത് നോക്കുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഡിസ്ട്രിക്ട് ഉദ്യോഗസ്ഥർ, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ കൃത്യമായ ആളുടെ വീട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ചില സൂചനകളുണ്ട്. പക്ഷേ അയാൾ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ വണ്ടിയിലാണ് കയറി പോയെങ്കിൽ അതൊന്ന് കൃത്യം മനസ്സിലാക്കിക്കൊണ്ടൊന്നുമില്ല. അത് കണ്ടാൽ ബോധ്യപ്പെടുന്നില്ല. വണ്ടി തടഞ്ഞു നിർത്തി പരിശോധിക്കാനൊന്നും ആ സമയത്ത് ആ ഉദ്യോഗസ്ഥന് കഴിയില്ല. ഒരു വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് തടഞ്ഞ് പരിശോധിക്കാൻ സാധ്യമല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വണ്ടി കയറി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ കൈവശം ഇയാളെ ട്രാക്ക് ചെയ്ത വിവരങ്ങളുണ്ട് എന്ന നിഗമനത്തിൽ നമുക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിന് തന്നെ വിവരം നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിദ്ദീഖ് കൊണ്ടുപോകും തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘം എന്നുള്ളതാണ് സാഹചര്യം.